ഈസി വിന്നറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് PSC നിരന്തരം ആവർത്തിക്കുന്ന ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBCs വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ എന്നുള്ള ഭാഗത്തു നിന്നുള്ള കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റ് എന്നതാണ് വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം. വെളുത്ത രക്താണുക്കൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ശ്വേത രക്താണുക്കൾ. വെളുത്ത രക്താണുക്കളെ നമ്മൾ ശ്വേത രക്താണുക്കൾ എന്ന് വിളിക്കാം. ഏറ്റവും വലിയ രക്തകോശം ശ്വേത രക്താണുക്കളാണ്. നമ്മുടെ ബ്ലഡിൽ മെയിനായിട്ട് RBCs അതായത് ചുവന്ന രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ് ഇവയാണ് സാധാരണ കാണുന്ന രക്തകോശങ്ങൾ. അതിൽ ഏറ്റവും വലിയ രക്തകോശം ഏതെന്നാണ് ചോദ്യം. ഏറ്റവും വലിയ രക്തകോശം ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്ര ദിവസമാണ്? 10 മുതൽ 15 ദിവസമാണ് ശ്വേതരക്താണുക്കളുടെ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. 10 മുതൽ 15 ദിവസമാണ്. ശരീരത്തിലെ പോരാളി അല്ലെങ്കിൽ പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രക്തകോശം ഏതാണ്? ശ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ പോരാളികളെന്നും പ്രതിരോധത്തിൻ്റെ ഭടന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന രക്തകോശം ശ്വേതരക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഏതാണ്? ശ്വേതരക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം. രക്തത്തിൽ കാണപ്പെടുന്ന ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് എന്നിങ്ങനെ 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് സാധാരണയായി രക്തത്തിൽ കാണപ്പെടുന്നത്. ന്യൂട്രോഫിൽസ്, ബേസോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. 1 മില്ലി ലിറ്റർ രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ എണ്ണം 5000 മുതൽ 10000 വരെ സെൽസുകളാണ്, കോശങ്ങളാണ് 1 മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ശ്വേതരക്താണുക്കളുടെ എണ്ണം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ എന്താണ്? ലുക്കീമിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന ലുക്കീമിയ എന്ന് പറയുന്ന അവസ്ഥയാണ് ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ എന്നതാണ്. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന അസുഖം അല്ലെങ്കിൽ ആ അവസ്ഥ എന്ന് പറയുന്നത് ലൂക്കോപീനിയാണ്. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതാണ്? ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗങ്ങൾ അസ്ഥിമജ്ജ, ലിംഫ് ഗ്രന്ഥി, പ്ലീക. അസ്ഥിമജ്ജ, ലിംഫ് ഗ്രന്ഥി, പ്ലീക എന്നിവിടങ്ങളിലാണ് ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. നമ്മൾ പറഞ്ഞു ശ്വേതരക്താണുക്കൾ 5 തരത്തിൽ കാണാറുണ്ട്. ന്യൂട്രോഫിൽസ്, ബേസോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. അതിൽ ഈ 5 ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിയ ശ്വേതരക്താണു അത് മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ് ഏറ്റവും ചെറിയ ശ്വേതരക്താണു. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ബി ലിംഫോസൈറ്റുകളാണ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ. ലിംഫോസൈറ്റുകളെ നമ്മൾ 2 ടൈപ്പിൽ കാണാറുണ്ട്. ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. അതിൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബി ലിംഫോസൈറ്റുകളാണ്.
എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംബോസൈറ്റുകളെയാണ് ശ്വേതരക്താണുക്കളായ ലിംബോസൈറ്റിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത്. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ശ്വേതരക്താണു ഏതാണ്? ടി ലിംബോസൈറ്റുകളാണ് ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ശ്വേതരക്താണു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫില്ലാണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് സഹായിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസോഫില്ല. ഫാഗോസൈറ്റായി പ്രവർത്തിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ്? ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റായി പ്രവർത്തിക്കുന്ന ശ്വേതരക്താണുക്കൾ. ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ്. അലർജി ഉണ്ടാകുന്ന അവസരങ്ങളിൽ രക്തത്തിൽ കൂടുതലായി കാണുന്ന ശ്വേതരക്താണു ഏതാണ്? ഈസ്നോഫില്ലാണ്. അലർജി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് അതിൽ കൂടുതലായി കാണപ്പെടുന്ന ശ്വേതരക്താണു ഈസ്നോഫില്ലാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.